ആത്മവിശ്വാസം എന്ന് പറഞ്ഞ ഫിൽറ്റർ പോലാണ്. ആ മാലിന്യങ്ങളെല്ലാം ശുദ്ധീകരിക്കുക എന്നുള്ള വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ജീവിതമില്ല. അല്ല സുനാമി വരുന്നില്ല, ഭൂമികുലുക്കം വരുന്നില്ല. ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ഭാഗം കടലിൽ തന്നെ നിൽക്കുക, അതിനകത്ത് താമസിക്കുന്നുണ്ട് ആളാണ്. കാരണം ഒരു വിശ്വാസം. കാരണം ഏത് നിമിഷവും ഇന്ന് രാത്രി അത് മറിഞ്ഞു വീഴാം. പക്ഷെ എന്നാലും അവർക്കൊരു വിശ്വാസമാണ്. നമ്മളൊക്കെ വിശ്വാസമാണ് അവർ ഉറക്കുന്നത്. നമുക്കെന്തെങ്കിലും ടെൻഷനോ ഉറക്കം വരത്തില്ലല്ലോ. അപ്പോൾ വിശ്വാസമാണ് നമ്മളെ അവിടെ എത്തുമെന്നൊരു വിശ്വാസം. അതുപോലെ ഇങ്ങനെ വരുന്നതൊരു വിശ്വാസം. വിശ്വാസം ആണെങ്കിലേ നമ്മളെല്ലാം പിടിച്ചു നിർത്തിക്കുക പരസ്പരം. നമ്മളെന്നും അറിഞ്ഞോ അറിയാതെ ഒരു വിശ്വാസം തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ആ വിശ്വാസം കൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പം നമ്മൾ ആത്മീയം മനസ്സിലാക്കുമ്പോൾ എന്തും വരട്ടെ, ഇതാണെങ്കിൽ നമുക്ക് നമ്മൾ അതോടൊപ്പം നമ്മളൊരു ധീരനാക്കുകയാണ് എന്ന് സ്വീകരിക്കാനുള്ള ആ അന്തർലീനമായ ശക്തി എന്ന് പറയുന്ന ആത്മവിശ്വാസം മറ്റൊന്നുമല്ല. അവനെ ഒരു ബൂസ്റ്റർ റോക്കറ്റ് പോലെ, ഒരു മിലിറ്ററിക്കാരനെ പോലെ മരണം അനിവാര്യമാണ്, തൻ്റെ ധർമ്മം പുലർത്തുക എന്നുള്ളതാണ്. രണ്ടുമൊന്നിനെ സ്വീകരിക്കാൻ മനസ്സോടുകൂടി മിലിറ്ററിക്കാർ യുദ്ധത്തിന് പോകുമല്ലോ, അവർ സ്വീകരിക്കാൻ മനസ്സോടുകൂടി പോവാണ്. പക്ഷെ അവരുടെ ശക്തി അവർക്ക് ചോർന്നു പോകുന്നില്ല. ഒരു മിലിറ്ററിക്കാരന് ആ സാഹചര്യത്തിൽ അവർക്കുണ്ടാകുന്ന ശക്തി എത്രയോ നമ്മളെക്കാളും 10 മടങ്ങായിരിക്കും എന്നുള്ളത്. എന്താണ് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ വിശ്വസിക്കാൻ തടസ്സമായി നിൽക്കുന്നത്? നമ്മുടെ മനസ്സ് തന്നെ. എന്ത് കണ്ടാലും കേട്ടാലും അത് വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും അതിൽ അള്ളിക്കയറി പിടിച്ചിരിക്കും. നമ്മുടെ സ്വഭാവമാണ്. അപ്പോൾ ഉടുമ്പ് അള്ളിക്കയറി പിടിച്ചിരിക്കുന്നവരാണ് നമ്മുടെ മനസ്സ്. എന്ത് കണ്ടാലും കേട്ടാലും ഉടുമ്പിനെ പോലെ അതിനള്ളി കയറി പിടിച്ചിരിക്കും. അത് വേണ്ടതാണേലും വേണ്ടാത്തതാണേലും ഇതുപോലെ ഉടുമ്പ് പോലാണ്. ഇങ്ങനെയുള്ള ഒന്നേ ദേഷ്യത്തിലായിരിക്കാം, സ്നേഹത്തിലായി, ഇങ്ങനെയുള്ള കാര്യത്തിൽ വ്യവഹാരമായ ലോകത്ത് മാത്രമാണ് ബന്ധിച്ച് നിൽക്കുന്നത് നമ്മുടെ മനസ്സിപ്പോഴും. ഇപ്പോൾ വിരൂപിയാണേലും സ്നേഹം പ്രേമം വന്ന സൗന്ദര്യം വെച്ച് കെട്ടും. ലോക സുന്ദരിയായാലും പ്രേമമില്ലെങ്കിൽ വൈരൂപ്യം വെച്ച് കിട്ടും. ഓളങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കുറ്റം പറയും. അപ്പം അങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ മനസ്സ് എടുത്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് ആസ്വാദനം ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സാണ് സന്തോഷം തരുന്നതും ദുഃഖം തരുന്നത്. ഇപ്പോൾ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ അയാളുടെ തെറ്റുകളെ, അയാളുടെ സ്നേഹം ഉണ്ടായുള്ള അയാളോട് മൗത, ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ്. അതിൽ ഒട്ടി ഇരിക്കുകയാണ്. ചക്ക കീറുമ്പോൾ ചക്കയുടെ ആ കറ നമ്മുടെ കൈപ്പുരൽ അത്തി ഇരിക്കുന്ന പോലെ പിന്നെ അത് വെടിവെക്കാൻ പ്രയാസമാണ്. അപ്പോൾ എണ്ണ പുരട്ടിയിട്ടാണ് ചക്ക കീറിയാൽ അതിനകത്ത് പശ നമ്മളെ അറ്റിപ്പിടിക്കത്തില്ല. അപ്പം അതുപോലെ പരമാത്മാവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്ത് നീങ്ങുമ്പോൾ ഇത് നമ്മൾ ബന്ധിക്കില്ല. കൂടുതൽ മലയാളപ്പുറത്ത് വെള്ളം വീണാലും അതവിടെയെങ്കിലും അങ്ങനെ കുഴിയിലോട്ട് പോകും. അഹങ്കാരത്തിൻ്റെ മനസ്സാണ് ഞാൻ എൻ്റേത്, ഇതിൽ മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മെ ഉദ്ധരിക്കാനും ഉണർത്താനും ആത്മലോകത്തിലേക്ക് ഉയരാനും സാധിക്കുന്നില്ല. കാരണം കെട്ടിക്കിടക്കുന്ന ബോട്ട് പോലാണ്. കെട്ടിയിട്ടുണ്ട്, എത്ര തുഴഞ്ഞാലും അത് അക്കരെ എത്തിയില്ലല്ലോ. ഞാനൊന്നും എൻ്റെ എന്നുള്ള ഭാവമാണല്ലോ കൂടുതലും. പരമാവൻ്റെ ഇച്ഛയാണ് നടക്കുന്നത്. അവിടുത്തെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ ആ കൃപ നമ്മളിലേക്ക് വരും. പിന്നെയൊന്നും വസ്തുവിലല്ല ആനന്ദം എന്നുള്ള നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഒരാൾ സിഗരറ്റ് വലിക്കുന്നു, എന്നങ്ങനെ ആസ്വദിക്കുന്നു. ഒരാൾ മുക്കും തപ്പിക്കൊണ്ട് പോകുന്നു. അപ്പം ഒരാൾ സന്തോഷിക്കുകയും ഒരാൾ ശ്വാസം പോലും വിടാതെ ഓടിപ്പോവുകയും ചെയ്യുന്നു. ഇതിലാണ് ആനന്ദം എന്ന് പറയുന്നത്. എന്ത് യുക്തിയുള്ളത്? ഈ വെസ്റ്റേൺ പണക്കാരുടെ ലോകത്തിലൊക്കെ സന്തോഷിച്ച് കഴിയണ്ടേ? പണമാണ്, വസ്ത്രങ്ങളാണ്, സന്തോഷിച്ച് കഴിയണ്ടേ? ഒരു കല്യാണം കഴിയുമ്പോൾ ഒരാൾക്ക് വേറൊരാൾ ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഒഴിഞ്ഞ മുറിവുണ്ടാകും. രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഒരാൾക്കൊരു മുറിവുണ്ടാവും. വേറൊരാളെ കെട്ടി പിന്നെ അതിലും പിന്നെയും വിട്ടുമ്പോൾ വേറൊരു മുറിവുണ്ടാവും. അങ്ങനെ അനേകം മുറിവുള്ള ഒരു മനസ്സാണ് അത്രയും പണമുള്ള രാജ്യത്ത് പോലും കിടക്കുന്നത്. അവർ കൂടുതലും മാനസിക രോഗികളെ അവിടെ കാണും.
അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവിടെ മനസ്സിലുള്ള കൂടുന്നു, അത് മനസ്സിലാകാതെ. അത് ടെൻഷൻ എപ്പോഴും ടെൻഷനാണ്. പണമുള്ള രാജ്യത്താണ് കൂടുതൽ സൈക്കാട്രിസ്റ്റുള്ളത്. നമ്മുടെ രാജ്യത്തിലെല്ലാം 1000 അംശം പോലും ഇല്ല. നോക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ 11 ഭാഗമുള്ള രാജ്യത്ത് പോലും ഇതിൻ്റെ എത്രയോ ഇരട്ടും സൈക്കാട്രിസ്റ്റുകളുണ്ട്. കാരണം പോരാ അവർക്കത്. ടെൻഷൻ പോകും, ഒന്ന് കൗൺസിൽ ചെയ്യും, തിരിച്ചു വരും. ഒരു ചെറിയ കാര്യത്തിൽ തന്നെ തട്ടുക, ബന്ധങ്ങൾ അടുത്തും. സഹിക്കാനുള്ള ശക്തി അവർ കിട്ടുന്നില്ല, ക്ഷമിക്കാൻ. അത് നമുക്ക് മൂല്യമുള്ളത് കൊണ്ട് നമ്മളങ്ങനെ വളർത്തിയതുകൊണ്ടും അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് പഴയ കാലത്തുണ്ടായിരുന്നല്ലോ. പരസ്പരം റിഹേഴ്സലെടുത്തിട്ടാണ് സ്റ്റേജിൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. അതുപോലെ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് ശരീരം കൊണ്ട് മാത്രമല്ല, നല്ല കുട്ടിയെ സൃഷ്ടിക്കാനും ആ വികാര വിചാരങ്ങൾ പങ്കുവെച്ചു. പിന്നെ അതിൽ നിന്ന് അതിജീവിച്ചിട്ട് പോകുന്ന ഒരു ഭാവം പരമാത്മാവിൻ്റെ മക്കളാണ് ഭാര്യയും ഭർത്താവും. ആ മുക്തിപഥത്തിലേക്ക് രണ്ടുപേരും ഒന്നിച്ചു പോകുക എന്നുള്ളതാണ്.